Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? Yes, ma'am. Fine. ലഞ്ച് ഒക്കെ കഴിച്ചോ? കഴിച്ചു മാം. മാം കഴിച്ചോ? Have you had your lunch? Yes, ma'am. I'm new. Yeah. Yes, of course. Had my lunch. Okay, നമ്മള് പ്രസന്റ് ടെൻസ് ആയിരുന്നു. അത് കണ്ടിന്യൂ ചെയ്യാം. അതാണ് പറ്റുക. ഓക്കെ. ഞാൻ കുറച്ച് മലയാളം ചോദിക്കും, ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞു തരാം. ഓക്കെ, റെഡി ആണോ? റെഡി? ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബാഡ്. ബെസ്റ്റ് ആണ് വേണ്ടത്. പക്ഷെ എന്താ അവരൊന്നും പറയുന്നില്ല. റെഡി ആണോ? യെസ് മാം. എന്താണ് ആർക്കൊരു ഉഷാറില്ലാത്ത? ക്ലാസ് കഴിഞ്ഞതിന്റെ ക്ഷീണാണോ? മാം ഇനിയാണ് കുറെ ക്ലാസ്സിൽ എല്ലാരോടും ഇങ്ങനെ സംസാരിക്കാൻ പറഞ്ഞില്ലേ ഇംഗ്ലീഷില്. അന്നേരം എനിക്ക് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പറയാൻ പറ്റില്ല. അതിന്റെ ഒരു വിഷമം നബിയൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ ആന്ന് പറഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഒന്ന് നോക്കിക്കോട്ടെ. എപ്പോ പറയണം? ക്ലാസ് കഴിഞ്ഞിട്ട് പറയണോ അല്ലെങ്കിൽ ഇപ്പൊ പറയണോ? ഇപ്പൊ തന്നെ പറയാം. എന്താ പറയാൻ പോകുന്നേ? ഇതിനെ കുറിച്ചാണ്. ഇതൊക്കെ തന്നെ. ഞാൻ ചോദിച്ചത് എന്തോ എന്റെ ക്ലാസ്സിനെ കുറിച്ചാണെന്ന് തോന്നുന്നത്. അതെ. അതെന്നാ അതെന്നെ പറയും. എന്റെ ക്ലാസ്സിനെ കുറിച്ചൊന്ന് പറഞ്ഞേക്കും. പഠിച്ചിരുന്നോ? പഠിച്ചതാണോ? പഠിച്ചിട്ടാ വന്നേ? നോക്കിയോ? അല്ലെങ്കിൽ പ്രിപ്പയർ ആണോ? ഏകദേശം എനിക്കൊന്നോ അത് അങ്ങനെ പറഞ്ഞു നോക്കാന്ന് വെച്ചിട്ടാണ്. പ്രിപ്പയർഡ് ആണ്. നോക്കി പറയരുത്. നോക്കി പറയാതെ പറഞ്ഞു നോക്കൂ. ഓക്കെ 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 തുടങ്ങിക്കോ. Hi ma'am, I am from Payyanur. I like this class. I am so lucky. Because നവ്യ, അവിടെ റേഞ്ച് ഇഷ്യൂ ഉണ്ടാവും നോക്കിയേ. സൗണ്ട് ബ്രേക്ക് ആയിട്ടാ കേൾക്കുന്നേ. ഇപ്പൊ ഓക്കെ ആണോ മാം? കേൾക്കാം, ഒന്ന് പറഞ്ഞു നോക്കിയേ. നവ്യ സംസാരിക്കുന്നുണ്ടോ? നോ, ക്ലിയർ അല്ലല്ലോ. കേൾക്കുന്നില്ല. സൗണ്ട് കേൾക്കുന്നില്ല. സൗണ്ട് കേൾക്കുന്നില്ല. ഇപ്പോഴോ മാം? ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പോ ഇത് പറയുന്ന കേട്ടു. ബാക്കി ഇതിൽ പറഞ്ഞെങ്കിൽ അത് കേൾക്കുന്നില്ല. Okay. I am from Payyanur. I like this class. നവ്യ കേൾക്കുന്നില്ല. ആരെങ്കിലും കേൾക്കുന്നുണ്ടോ നവ്യ പറയുന്നത്? ഇല്ല, വോയിസ് ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകും. കേൾക്കുന്നില്ലല്ലോ. നവ്യ റേഞ്ച് ഒന്ന് നോക്കണേ, എന്നിട്ട് പറയൂ കേട്ടോ. ഓക്കെ. ഇനി വേറെ ആർക്കെങ്കിലും സംസാരിക്കാൻ താല്പര്യമുണ്ടോ ഇംഗ്ലീഷില്? ആർക്കെങ്കിലും? ഇല്ല. ഓക്കെ, വെരി ഗുഡ്. ക്ലാസ് കഴിഞ്ഞ് ട്രൈ ചെയ്ത് നോക്കാം. നോക്കട്ടെ നവ്യോട് അറിയുന്നതല്ല. ഓക്കെ, അപ്പോ ഞാൻ മലയാളം പറയാൻ പോകുന്നു. സെന്റൻസ് അത് പ്രസന്റ് ടെൻസ് ആണ്. വേറെ ടെൻസ് ഒന്നും പറയരുത്, പ്രസന്റ് ടെൻസ് ആണ്. ഓക്കെ, ഫസ്റ്റ് ഇതാണ്. എഴുതണമെങ്കിൽ എഴുതിയെടുക്കാം, അല്ലെങ്കിൽ
എന്താ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ തൃശ്ശൂരിൽ താമസിക്കുന്നു. ഞാൻ തൃശ്ശൂരിൽ താമസിക്കുന്നു. എല്ലാവരും പറയണം. അതിനുശേഷം ലാസ്റ്റ് ഞാൻ കറക്റ്റ് പറയാം. ഞാൻ തൃശ്ശൂരിൽ താമസിക്കുന്നു. I am staying in Thrissur. I am living in Thrissur. I am living in Thrissur. I lives in Thrissur. നാല് പേരാ പറഞ്ഞു. ബാക്കി ആരും ഒന്നും ഉണ്ടാത്തേ. I am staying Thrissur. I am living in Thrissur. I stay in Thrissur. മിസ് ഏത് ടെൻസ് മിസ് ചോദിച്ചത്? പ്രസന്റ് ആണ്. പ്രസന്റിൽ എന്തുവാ? ഓക്കെ ഓക്കെ ഓക്കെ. പ്രസന്റ് ടെൻസ് ആണ്. അത് പ്രസന്റ് ഏത് ടെൻസ് ആണ് നിങ്ങൾ തന്നെ നോക്കി പറയണം. അത് ഞാൻ പറഞ്ഞില്ല. അപ്പൊ പിന്നെ സിമ്പിൾ ആയി പോയി. കഴിഞ്ഞു. ആൻസർ എന്താണ്? ഐ ആം ലിവിംഗ് ഇൻ തൃശ്ശൂർ. 5. ഓക്കെ. കുറച്ചു പേര് പറഞ്ഞു ഐ ആം ലിവിംഗ് ഇൻ തൃശ്ശൂർ പറഞ്ഞു. ഐ ആം ലിവിംഗ് ഇൻ തൃശ്ശൂർ കറക്റ്റ് ആണോ അല്ലേ? പ്രസന്റ് കണ്ടിന്യൂസ് ആവും ing വരുമ്പോ. ഇതളിനാണോ? ഇതളിൽ തന്നെ കറക്റ്റ് ആയിട്ടാ. Ma'am, പറയട്ടെ. Hello. I have lived in Thrissur. ഇതിന്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ കറക്റ്റ് ആയിരുന്നു. പ്രസന്റ് പെർഫെക്റ്റ് ആണോ അല്ലെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ആണോ? അതൊന്നും ഞാൻ പറഞ്ഞില്ല. പ്രസന്റ് ടെൻസ് ആണേ പറഞ്ഞു. ഈ കുള്ളത്തിൽ ഇതുപോലെ തരാ. സിമ്പിൾ ആണ്. മാം ഒന്നും കൂടെ പറഞ്ഞു. ഞാൻ തൃശ്ശൂരിൽ താമസിക്കുന്നു. I am lived in Thrissur. ഒരാള് മാത്രം കറക്റ്റ് ആൻസർ പറഞ്ഞോളൂ. ഒരാള് മാത്രം. എന്തുട്ടാണെന്നോ? തൃശ്ശൂർ. രേവതി ഉണ്ടോ? Yes, ma'am. രേവതി പറഞ്ഞു. I live in Thrissur ആണ് ഞാൻ പറഞ്ഞത്. അതാണ് കറക്റ്റ്. എന്റെ സൗകര്യം ഐ ലിവ് ഇൻ തൃശ്ശൂർ. നിങ്ങൾ പറഞ്ഞത് ഐ ആം ലിവിംഗ് ഇൻ തൃശ്ശൂർ പറഞ്ഞു അല്ലെ? അതെന്താണ്? കണ്ടിന്യൂസ് ആണ് അല്ലെ? അപ്പൊ എന്താ വരാന്? മലയാളം എന്താ വരാ? ജീവിച്ചോണ്ടിരിക്കുന്നു അല്ല താമസിച്ചോണ്ടിരിക്കുന്നു. താമസിച്ചോണ്ടിരിക്കുകയാണ് അല്ലെ? അതാണ് കണ്ടിന്യൂസ്. ഇത് സിമ്പിൾ ആണ്. സിമ്പിൾ പ്രസന്റ് ആണ്. സോ ഐ ലിവ് ഇൻ തൃശ്ശൂർ. കുറച്ചു പേര് പറഞ്ഞു ലിവ്സ് പറഞ്ഞു. എന്തിനാ ലിവ്സ് ഇവിടെ യൂസ് ചെയ്തേ? ഐ അല്ലേ? ഐയുടെ കൂടെ ലിവ് വരാം. ഹി ഷീറ്റ് ആണെങ്കിലാണ് ലിവ്സ് വരാം. ഓക്കെ. ഇപ്പൊ അവൻ തൃശ്ശൂരിൽ താമസിക്കുന്നു ആണെങ്കിലോ? He lives in Thrissur. he lives in തൃശ്ശൂർ ആണ് വരാ. മനസ്സിലായോ? ഇപ്പോ ക്ലിയർ ആണോ? അടുത്തത് മനസ്സിലായി. അടുത്തത് ഞാൻ എന്നും രാവിലെ 7 മണിക്കാണ് എഴുന്നേൽക്കുന്നത്. ഞാൻ എന്നും രാവിലെ 7 മണിക്ക് എണീക്കുന്നു. I woke up every day in 7 o'clock. എന്താ വരാ?
ഒരു സിമ്പിൾ ട്രിക്ക് പറഞ്ഞു തരട്ടെ. ഐ വേക്ക് അപ്പ് അറ്റ് 7 AM every day. സിമ്പിൾ ട്രിക്ക് പറഞ്ഞു തരട്ടെ. ഞാൻ പറഞ്ഞ സെന്റൻസ് ഒന്ന് നോക്കൂ. ഞാൻ എന്നും രാവിലെ 7 മണിക്ക് എഴുന്നേൽക്കുന്നു. അതാണ് സെന്റൻസ്. ഈ സെന്റൻസില് ആരാണോ സബ്ജക്ട്, ആ സബ്ജക്ട് ആദ്യം എഴുതാം. ഇംഗ്ലീഷ് എഴുതുമ്പോൾ ആദ്യം സബ്ജക്ട് എഴുതാം. ഇവിടെ സബ്ജക്ട് ആരാണ്? ഐ ആണ് സബ്ജക്ട്. ഐ ആണ് സബ്ജക്ട്. ദെൻ എന്താ എഴുതുന്നതെന്ന് അറിയോ? മലയാളം സെന്റൻസിൽ ലാസ്റ്റ് എന്താ പറഞ്ഞേ? ലാസ്റ്റ്. അതായത് മലയാളം പറയുന്നതിന് നേരെ തിരിച്ചാണ് ഇംഗ്ലീഷ് പറയാ. മലയാളത്തെ നേരെ തിരിച്ചിടാം. അതായത് ലാസ്റ്റ് വന്നത് ഫസ്റ്റ് വരാം. മനസ്സിലായോ? ഫുൾ എടുത്ത് തിരിച്ചിടണം. സബ്ജക്ട് ഒഴികെ ബാക്കി എല്ലാം തിരിച്ചിടാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവിടെ സബ്ജക്ട് ഞാൻ എന്നും രാവിലെ 7 മണിക്ക് എഴുന്നേൽക്കുന്നു. എല്ലാവരും എഴുതിയോ? എഴുതുന്നുണ്ടോ ആരെങ്കിലും? എഴുതുന്നുണ്ട് മിസ്സേ. എഴുതുന്നുണ്ട്. അപ്പൊ ഞാൻ എന്നും രാവിലെ 7 മണിക്ക് എഴുന്നേൽക്കുന്നു എന്നാണ്. സബ്ജക്ട് ഐ ആണെന്ന് പറഞ്ഞു. ഐ എഴുതാം. അടുത്ത എന്താ? ഏത് വാക്കാ വരാം? അപ്പൊ എന്താണ് ഈ സെന്റൻസിന്റെ അവസാനം? എന്താണ് മലയാളത്തില്? എഴുന്നേൽക്കുകയാണ്. സോ പ്രസന്റ് ആയതുകൊണ്ട് ബേസ് ഫോം ആണ് ഇടാം. പ്രസന്റ് ആണ്. സോ വേക്കപ്പ് അല്ലെ? വേക്ക്. അപ്പൊ ഐ വേക്കപ്പ് കിട്ടി. എഴുന്നേൽക്കുന്നതിന് മുൻപ് എന്താണ്? 7 മണി. 7 o'clock ടൈമാണ് അല്ലെ? അപ്പൊ 7 o'clock പറയാം, 7 AM പറയാം. എന്ത് സമയം പറയുമ്പോഴും പ്രൊപ്പോസിഷൻ എന്താ ആഡ് ചെയ്യണം? അറ്റ് ആഡ് ചെയ്യണം. അപ്പൊ ഐ വേക്ക് അറ്റ് 7 AM കിട്ടി. ദെൻ എന്താണ്? എന്നും രാവിലെയാണ്. അപ്പൊ എന്നും രാവിലെ. മോർണിംഗ്. എവറി മോർണിംഗ്. സെന്റൻസ് അപ്പൊ എന്തായി? I wake up at 7 AM every morning. I wake up at 7 AM every morning. Clear ayo? Is it clear? Do you have any doubt? Yes, ma'am. Doubt undo? No. Doubt ഇല്ല. എല്ലാ ദിവസവും എന്നല്ലേ പറഞ്ഞേ? ഇല്ല, എന്നും രാവിലെ. ഓക്കെ. അപ്പൊ ഇതങ്ങനെ. അപ്പൊ ഞാനാണ്. ഇനി അവൾ നോക്കിയേ. അവൾ എന്നും രാവിലെ 7 മണിക്ക് എഴുന്നേൽക്കുന്നു. അവൾ, അവളോ അവനോ ആരോ ആയിക്കോട്ടെ, എന്നും രാവിലെ 7 മണിക്ക് എഴുന്നേൽക്കുന്നു. എങ്ങനെയാ വരാ സെന്റൻസ്? എങ്ങനെയാ വരാ? She wakes up at 7 AM every morning. കറക്റ്റ് ആണ്. She wakes up. വേക്ക് കൊടുക്കരുത്, വേക്സ് കൊടുക്കണം. വേക്സ്. ഷീ ആണ്, സോ എസ് ആഡ് ചെയ്യണം. She wakes up at 7 AM every morning. Clear? Next, ഞാൻ എന്നും നടക്കാൻ പോകുന്നു. ഞാൻ എന്നും നടക്കാൻ പോകുന്നു. ഞാൻ എല്ലാ ദിവസവും ഉദ്ദേശിച്ച പോലെ എന്നും നടക്കാൻ പോകുന്നു. നേരത്തെ പറഞ്ഞ ട്രിക്ക് യൂസ് ചെയ്തിട്ട് ഒന്ന് പറഞ്ഞു നോക്കിയേ. നടക്കാൻ പോകുന്നു. ഞാൻ എന്നും നടക്കാൻ പോകുന്നു. I always go for a walk every day. Anju. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. I'm going for a walk every day. മിസ്റ്റേക്ക് ഉണ്ട്. I go for a walk every day. പറഞ്ഞ പോലെ തിരിച്ചിടൂ. ഫസ്റ്റ് സബ്ജക്ട് എഴുതാ, ദെൻ
മലയാളത്തിന്റെ അവസാനത്തെ വേർഡ് ഏതാണോ അത് എഴുതാ. പിന്നെ എന്തിനു പോകുന്നു? നടക്കാൻ പോകുന്നു അല്ലെ. എപ്പോ? എല്ലാ ദിവസവും. I go every day for walk. മിൻഷ പറഞ്ഞത് ശരിയാണ്, പക്ഷെ അങ്ങനെ മാറിപ്പോയി. ഇങ്ങനെ വരാം. I go walk for every day. അരുണിമ ഒന്ന് തിരിഞ്ഞുപോയി. എന്താണ്? സബ്ജക്റ്റ് ഐ ആണ്. പിന്നെന്താണ്? ഞാൻ എന്നും നടക്കാൻ പോകുന്നു. അപ്പൊ പോകുക അല്ലെ. പോകുക എന്ന് പറയുമ്പോൾ ഗോയാണ്. അവിടെ എവിടേക്ക് എന്നല്ല ചോദിച്ചേ, എന്തിനു പോകുന്നു എന്നാണ്. അപ്പൊ എന്തിനു പോകുന്നു? ഫോർ എ വാക്ക്. 4 hour. എന്തിനു പോകുന്നു? സോ ഫോർ എ വാക്ക്. എപ്പോ? എല്ലാ ദിവസവും. എവരിഡേ. ഐ ഗോ ഫോർ എ വാക്ക് എവരിഡേ. 5 പറഞ്ഞ കറക്റ്റ് ആണ്. ഐ ഗോ ഫോർ എ വാക്ക് എവരിഡേ. ക്ലിയർ ആയോ? കിട്ടിയോ എല്ലാവർക്കും? കിട്ടുന്നുണ്ടോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. അവനാണെങ്കിലോ? അവൻ എന്നും നടക്കാൻ പോകുന്നു. എന്നാണെങ്കിലോ? അവൻ എന്നും നടക്കാൻ പോകുന്നു. ഇതൾ. ഇതൾ എന്നാണ് പേര്. ഇതൾ. ഇതൾ ഹി ആണ് യൂസ് ചെയ്തത്. ഇപ്പൊ എന്താ പറയാ? ജിസ്മി. അവിടെ ഹി ആണ് യൂസ് ചെയ്തത്. Yeah, he goes for a walk every day. Goes അവര. മിസ്റ്റേക്ക് വരുത്തരുത്. ഓക്കെ. goes അവര. Yeah, clear. Next. ഞാൻ മിക്കവാറും, അതായത് ഞാൻ സാധാരണയായി രാവിലെ കാപ്പിയാണ് കുടിക്കുന്നത്. സാധാരണ കാപ്പിയാണ് കുടിക്കുന്നത്. ഞാൻ രാവിലെ സാധാരണ കാപ്പിയാണ് കുടിക്കുന്നത്. എന്താ വരാ? ഇപ്പൊ ഞാൻ മിക്കവാറും, ഞാൻ സാധാരണ എന്നൊക്കെ പറയില്ലേ. ഈ സാധാരണ മിക്കവാറും എന്ന് പറയുമ്പോ എന്ത് വേടാ വരാ ഇംഗ്ലീഷില്? I usually drink coffee. Often പലപ്പോഴും ആണ്. യൂഷ്വലി ആണ് വരാൻ. നോർമലി, യൂഷ്വലി, മോസ്റ്റ്ലി, കുറച്ചുകൂടി നല്ല യൂഷ്വലി ആണ്. ഓക്കെ. യൂഷ്വലി. അപ്പോ യൂഷ്വലി ആവുമ്പോ ഇവിടെ സബ്ജക്റ്റ് അങ്ങനെയൊക്കെ വരില്ലേ. ഞാൻ മിക്കവാറും, ഞാൻ ചിലപ്പോഴൊക്കെ, ഞാൻ എപ്പോഴും എന്നൊക്കെ പറയില്ലേ. അപ്പൊ സബ്ജക്റ്റിന്റെ കൂടെ ആ വേർഡും ആഡ് ചെയ്യണം. മനസ്സിലായോ? അപ്പൊ ഐ ആം ഓൺലി മോർണിംഗ് നോർമലി ഡ്രിങ്ക്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. അത് ഞാൻ പറയട്ടെ. എന്താ? സബ്ജക്റ്റിന്റെ കൂടെ യൂഷ്വലി ആഡ് ചെയ്യണം. എന്താണോ വന്നത്, അവൻ എപ്പോഴും, ചിലപ്പോ അവൻ എപ്പോഴും, അവൻ ചിലപ്പോഴൊക്കെ എന്നൊക്കെ പറഞ്ഞു വരും സെന്റൻസ്. അപ്പോ സബ്ജക്റ്റിന്റെ കൂടെ ഈ ചിലപ്പോഴും, മിക്കവാറും എന്നൊക്കെ പറയുന്ന വേർഡ് ചേർക്കാം. അപ്പൊ ഇവിടെ ഐ യൂഷ്വലി വരും. ദെൻ സെന്റൻസ് എന്താണ്? ഞാൻ മിക്കവാറും രാവിലെ കാപ്പിയാണ് കുടിക്കുന്നത്. ദെൻ അവസാനം വരുന്നത് ഏതാണ്? കുടിക്കുക എന്നതാണ്. സോ ഐ യൂഷ്വലി ഡ്രിങ്ക് അല്ലെ. ഐ യൂഷ്വലി ഡ്രിങ്ക്. എന്താണ് കുടിക്കുന്നത്? കോഫി. എപ്പോഴാണ്? മോർണിംഗ്. അപ്പൊ കണക്ട് ചെയ്തേ. എന്താ വരാ നവ്യ? I usually drink coffee in the morning. In morning അല്ല ഇത്. In the morning. ഓക്കെ. മനസ്സിലാവുന്നുണ്ടോ ഇപ്പോ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ചോദിക്കൂ. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? കൺഫ്യൂഷൻ ആയോ?
എന്ത് പറ്റി നമ്മണ്ടാത്തെ? ക്ലാസ്സിൽ ആരും ഇല്ലേ? കേൾക്കുന്നുണ്ടോ? മാം ഇതിന്റെ മലയാളം ഒന്നും കൂടെ പറയാവോ? ഞാൻ എന്നും രാവിലെ ചായ കുടിക്കുന്നു എന്നല്ലേ? ആ അതെ, എന്നുമല്ല മിക്കവാറും എന്ന് പറഞ്ഞ ഞാൻ മിക്കവാറും രാവിലെ ചായ കുടിക്കുന്നു. ചായ അല്ലെങ്കിൽ കാപ്പി എന്തിനാകട്ടെ കുടിക്കുന്നു എന്നാണ്. ക്ലിയർ ആണ്. അടുത്തത് അവൻ എപ്പോഴും കൃത്യസമയത്ത് ജോലിക്ക് പോകുന്നു. അവൻ എപ്പോഴും കൃത്യസമയത്ത് ജോലിക്ക് പോകുന്നു. സബ്ജക്ട് ആദ്യം എഴുതാം. സബ്ജക്റ്റിന് കൂടെ എന്താണുള്ളതെന്ന് വെച്ചാൽ അതും കൂടെ എഴുതാം. ദെൻ തലതിരിഞ്ഞ് എഴുതാം. മലയാളത്തിൽ ലാസ്റ്റ് കിടക്കുന്നത് ഇംഗ്ലീഷിൽ ഫസ്റ്റ് എഴുതണം. മനസ്സിലായോ? പറഞ്ഞു നോക്കിയേ. He always go to work at time. ഒരാള് പറഞ്ഞു, ഇനി അടുത്ത ആള് പറയൂ. അവൻ എപ്പോഴും കൃത്യസമയത്ത് ജോലിക്ക് പോകുന്നു. മാം ഈ വെന്റിന്റെ എന്താണ്? വെന്റ് എന്തോ വെന്റ് മീനിങ് എന്താണ്? ഇല്ല, മനസ്സിലായില്ല. എന്താണ് വെന്റ് മീനിങ് എന്താണ്? വെന്റോ? വെന്റാണോ? WENT ആണോ? യെസ്. അത് പോയി എന്നാണ്. പോയി 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 എന്ന് പറഞ്ഞ പാസ്റ്റ് ആണ്. മനസ്സിലായോ? അത് സിമ്പിൾ പ്രസന്റിൽ വരുമ്പോ പോകുന്നു എന്നാണ്. പോകുന്നു. കണ്ടിന്യൂസ് ആകുമ്പോ പോകുകയാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ വരും. ഇതെന്താണ്? അവൻ എപ്പോഴും കൃത്യസമയത്ത് ജോലിക്ക് പോകുന്നു. He always goes to job in time. He always goes to work at time. He always goes to work on time. He usually goes work at right time. ഇവിടെ എന്താ വരാ? സബ്ജക്ട് ഏതാണ്? He ആണ് സബ്ജക്ട്. സോ ഇവിടെ എന്താ വന്നിരിക്കുന്നത്? എപ്പോഴും ഒരു വാക്ക് വന്നു അല്ലെ? വന്നോ? അപ്പൊ ഹീയുടെ കൂടെ ആ എപ്പോഴും ആഡ് ചെയ്യാം. അപ്പൊ എന്താ വരാ? ഹി ഓൾവേസ് വരും. പിന്നെ ഇനി എന്താണ്? മലയാളത്തിന്റെ ലാസ്റ്റ് ഏതാണ് കിടക്കുന്നത്? വീട് ഏതാ വീടാ? പോകുന്നു. പോകുന്നു. അപ്പൊ പോകുക അല്ലെ? ബേസ് ഫോം ആണ് വേണ്ടത്. അപ്പൊ എന്താ വരാ? കോസ് ആണ്. കാരണം എന്താണ്? ഇവിടെ ഹി ആണ്. സോ അതുകൊണ്ടാണ് കോസ് വന്നത്. അപ്പൊ ഹി ഓൾവേസ് ഗോസ് കിട്ടി. ദെൻ എവിടേക്കും? എങ്ങോട്ടാണ്? ജോലിക്ക്. ജോബ്. ജോലിക്കാണ്. അപ്പൊ ടു വർക്ക്. മനസ്സിലായോ? പോകുന്ന കാര്യത്തിലൊക്കെ ടു അവർ. എങ്ങോട്ടാണ് പോകുന്നത്? ടു അവർ അല്ലെ? ടു. അപ്പൊ ഹി ഓൾവേസ് ഗോസ് ടു വർക്ക് കൃത്യസമയത്ത്. എന്താ പറയാ? ഓൺ ടൈം. ഷാർപ്പ് ടൈം പറഞ്ഞു, എക്സാക്ട് ടൈം പറഞ്ഞു, അറ്റ് ടൈം പറഞ്ഞു. പക്ഷെ ഏറ്റവും ബെറ്റർ ഓൺ ടൈം ആണ്. ഓക്കെ, ഓൺ ടൈം. അപ്പൊ he always goes to work on time. ക്ലിയർ ആണോ? അഞ്ജു ക്ലിയർ ആണോ? നവ്യ ക്ലിയർ ആവുന്നുണ്ടോ? യെസ് മാം. ഓക്കെ. അതിങ്ങനെ ഡൗട്ട് ഉണ്ടോ ഇനി? ബിൻഷ, you have any doubt? Anyone? Yes, ma'am. ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇല്ല. ഓക്കെ. അടുത്തത്
ഞാൻ രാവിലെ ചായ കുടിക്കുന്നു. ഞാൻ രാവിലെ ചായ കുടിക്കുന്നു. സബ്ജക്റ്റ് അത് എഴുതാ. ദെൻ മലയാള സെന്റൻസിന്റെ അവസാനം എന്താണോ അങ്ങനെ എഴുതി പോവാ. മലയാളത്തിന് അങ്ങനെ തലതിരിച്ച് എഴുതാം. ഞാൻ ഇന്നും രാവിലെ എന്ന് പറഞ്ഞില്ല, ഞാൻ രാവിലെ ചായ കുടിക്കുന്നു എന്നാണ്. ഇതൾ മോർണിംഗ് വരുമ്പോ അറ്റ് യൂസ് ചെയ്യാൻ പാടില്ല. ഇന്നാണ്, ഇൻ ദ മോർണിംഗ്, ഇൻ ദ ഈവനിങ് ഒക്കെയാ വരാം. അറ്റ് യൂസ് ചെയ്യേണ്ടത് അറ്റ് നൈറ്റ്, അറ്റ് മിഡ് നൈറ്റ് അല്ലെങ്കിൽ അറ്റ് നൈറ്റ് ഒക്കെയാ വരാം. പിന്നെ ടൈം പറയുമ്പോഴാണ് അറ്റ് യൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ ആൻസർ എന്താ വരാ? ഞാൻ രാവിലെ ചായ കുടിക്കുന്നു. നവ്യ എന്താ വരാ? നവ്യ കേൾക്കുന്നുണ്ടോ? audible? Yes, ma'am. Yes, ma'am. എന്താ വരാ? ഞാൻ രാവിലെ ചായ കുടിക്കുന്നു. I drink tea in the morning. കറക്റ്റ് ആണ്. എല്ലാവരും പറഞ്ഞ കറക്റ്റ് ആണ്. ഐ ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ്. ഓക്കെ, ദെൻ നിങ്ങൾ രാവിലെ ചായയാണ് കുടിക്കുന്നത്? ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ രാവിലെ ചായയാണ് കുടിക്കുന്നത്? എന്തായാലും വേണ്ടാത്തേ. നിങ്ങൾ രാവിലെ ചായയാണോ കുടിക്കുന്നേ? എന്താ വരാ? ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ പ്രസന്റിലെ ക്വസ്റ്റ്യൻ ആണ്. Do you drink tea in the morning? Do you drink tea in the morning? Did you? Then next. പറയൂ എല്ലാവരും പറയൂ. Do you? എന്താ പറയാ? Do you drink tea in the morning? കാരണം സിമ്പിൾ പ്രസന്റ് ആണ്. സിമ്പിൾ പ്രസന്റില് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ ഡു യൂസ് ചെയ്യാറുണ്ട്. ഡു ഇപ്പൊ എന്താണ്, ആ സെന്റൻസിൽ ഒരു ആക്ഷൻ ഉണ്ട്. അത് മാത്രമല്ല, അതൊരു സിമ്പിൾ പ്രസന്റ് ആണ്. സിമ്പിൾ പ്രസന്റിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഡു വെച്ചിട്ടാണ് യൂസ് ചെയ്യുക. അത് എന്താണ്? ഐ യു ബി ദേ ആയതുകൊണ്ടാണ് ഡു വരും. പാസ്റ്റിൽ അല്ലേ ഡിഡ്? പാസ്റ്റിലാണ്. ആര് പറഞ്ഞിട്ട്? ആര് പറഞ്ഞു? ഡിഡ് അല്ല കേട്ടോ, ഡിഡ് പാസ്റ്റ് ആണ്. അപ്പോ ഡു യു ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ് അങ്ങനെയാ പറയാം. ഓ ഡു യു ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ്? ക്വസ്റ്റ്യൻ ആണ്. ആൻസർ പറയുന്നു. ഡു യു ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ്? ആൻസർ മീ. ഇത് കമന്റ് മാത്രമുള്ള പറയുന്നില്ല. No, I don't like tea. Don't like. Why? എന്തുകൊണ്ട്? No reason, ma'am. ഒന്നും ഇഷ്ടമല്ല അല്ലെ? Me too. Then വേറെ ആരൊന്നുമില്ല, ആർക്കൊന്നും പറയാനില്ല, എല്ലാവർക്കും ഇഷ്ടമാണ്. Okay. No, I don't like tea. No, I don't like tea. Yeah. Do you like coffee? Yes, ma'am. Taste na uddesha. I'm a coffee lover. Yeah. Okay. Then little bit. Yeah. അടുത്തത്, അവൾ എന്നും പാചകം ചെയ്യുന്നുണ്ടോ? അവൾ എന്നും പാചകം ചെയ്യുന്നുണ്ടോ? അവൾ എന്നും പാചകം ചെയ്യുന്നുണ്ടോ? അഞ്ജുവിനെ കിട്ടിയോളത് കിട്ടി. അഞ്ജു
കേൾക്കുന്നുണ്ടോ? എന്താ കേൾക്കുന്നുണ്ട്. ഇവിടെ ആരോ ഡിഡ് പറഞ്ഞപ്പോ അഞ്ചു പറഞ്ഞത് പാസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് അഞ്ചു തന്നെ ഡിഡ് ഉപയോഗിച്ചു. സോറി മാം. എന്താ വരാ? അവൾ ഇന്ന് പാചകം ചെയ്യുന്നുണ്ട്. Does she cooking every day? Does she cooking every day? Does she cook every day? Does she cook every day? Cook every day. She cook in the every day. Navya cooks. Navya. Yes, ma'am. ഒന്ന് പറഞ്ഞു നോക്കേ. അവൾ എന്നും കുക്ക് ചെയ്യുന്നുണ്ടോ? ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ പ്രസന്റിലെ ക്വസ്റ്റ്യൻ ആണ്. എന്താ പറയാ? ഷീ ആണ് അവിടെ വന്നിരിക്കുന്നത്. ഡു ആണ്, ഡസ് ആണ് യൂസ് ചെയ്യാം. നവ്യ Does. ഡസ് ആണ്. ദെൻ സബ്ജക്ട് ഏതാണ്? She. ഷീ ആണ്. ഓക്കെ. എന്താണ് ചെയ്യുന്നത്? Cook. കുക്ക്. പാചകം. എപ്പോ? Daily. ഡെയിലി പറയാം, പക്ഷെ എവറിഡേ ആണ് നല്ലത്. എവറിഡേ. ഓക്കെ. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം. കഴിഞ്ഞത് പോയോ? Does she cook every day? കുക്സ് വരില്ല. ഷീ വന്നത് കൊണ്ട് കുക്സ് ആണോ എന്ന് ഡൗട്ട് ഉണ്ട്, പക്ഷെ കുക്സ് വരില്ല. കാരണം എന്താണ്? അവിടെ ക്വസ്റ്റ്യൻ ആണ്. സോ ഡസ് അവിടെ യൂസ് ചെയ്തു. ഡസ് വന്നാല് അവിടെ കുക്സ് എന്ന് വരില്ല. ഓക്കെ. ആ കുക്കിന്റെ എസ് ഡസിലേക്ക് പോയി. അങ്ങനെ വിചാരിച്ചാൽ മതി. എസ് ഡസിലേക്ക് പോയി. മനസ്സിലായോ? അപ്പൊ ഡസ് ഷീ കുക്ക് എവറി ഡേ. ഓക്കെ. അതാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ഒരു നെഗറ്റീവ് ആൻസർ പറഞ്ഞേ. ഇല്ല, കുക്ക് ചെയ്യാറില്ല. നെഗറ്റീവ് ആൻസർ പറഞ്ഞില്ല. Does she cook every day? Negative പറയൂ ആൻസർ. She doesn't cooks every day. No, she doesn't. അങ്ങനെ പറയും അല്ലെ? No, she doesn't. കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ no, she doesn't cook every day എന്ന് പറയും. പക്ഷെ സിമ്പിൾ ആയിട്ട് പറയാം no, she doesn't. That's all. That's it. Okay. പോസിറ്റീവ് ആണെങ്കിലോ? Yes, she cooks every day. പറയാം yeah, she cooks every day. ക്ലിയർ ആണോ? എവിടേക്കോ ഒരു കൺഫ്യൂഷൻ ഉണ്ട് എല്ലാവർക്കും. ഇത് തോന്നുന്നു മാം ഈ പ്രസന്റിൽ അപ്പം ഡൂവും ഡസും ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ? അത് രണ്ടും യൂസ് സിമ്പിൾ. ഓക്കെ. You are a student? Yes. അതിനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി. നിങ്ങൾ സ്റ്റുഡന്റ് ആണോ? Are you a student? Yes, you are a student. Are you a student? എന്നല്ലേ വരാ? മാം അത് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോ അപ്പൊ ഓക്സിലറി ഫ്രണ്ടിൽ വരുമോ? അങ്ങനെയാവുമ്പോ ഓക്സിലറിയോ? ഈ അതുപോലെ ഈസ് ഇൻഡ്യൂ ആർ ഇൻഡ്യൂ എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ല. അപ്പൊ ഓക്സിലറി ഫ്രണ്ടിലല്ലേ വരുന്നത്? ഫ്രണ്ടിൽ വരും. I'm a teacher. ക്വസ്റ്റ്യൻ ചോദിച്ചേ. Are you a teacher? Are you a teacher? Yeah, I'm a teacher. അത് നെഗറ്റീവ്. He's a doctor. എന്താ വരാ? Isn't he? കേട്ടില്ല. He is a doctor. Is he a doctor? മാത്രമേ ഉള്ളൂ. അത് ക്വസ്റ്റ്യൻ ആണ്. Is he a doctor? ക്വസ്റ്റ്യൻ ആണ്. അവൻ ഡോക്ടർ ആണോ എന്നല്ല ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ? അപ്പോ ഇതാ മനസ്സിലാക്കുക. ഒരു സെന്റൻസിൽ അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ഉണ്ടെങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ നോക്കുക. എന്നിട്ട്
ഡുവോ ഡസോ ആഡ് ചെയ്യാം. ക്ലിയർ ആണോ? അപ്പൊ ഓക്കെ. ഈ ആം ഈ സാറൊക്കെ വരുമ്പോ അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. എപ്പോഴും ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഹീസ് എ ഡോക്ടർ, ഹീസ് എ ജെന്റിൽമാൻ, യു ആർ എ ഗുഡ് ഗേൾ, യു ലുക്കിംഗ് ബ്യൂട്ടിഫുൾ. എന്നൊക്കെ പറയില്ലേ. അപ്പൊ അതൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അവിടെ യാതൊരു ആക്ഷൻസും വരുന്നില്ല. സോ അങ്ങനെ വരുമ്പോ ഒരു വ്യക്തിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സോ അപ്പോ ഇപ്പോ ഹി ഈസ് എന്ന് പറയുമ്പോൾ അത് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നേരെ തിരിച്ചിടാം. ഈസ് ഹി വരും. മനസ്സിലായോ? അപ്പോ യു ആർ എന്ന് പറഞ്ഞു വരുമ്പോ ആ യു തിരിച്ചിടാം, ക്വസ്റ്റ്യൻ വരും. ഓക്കെ. ഇപ്പോ ദേ ആർ ഗുഡ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു. അവർ ഗുഡ് ഫ്രണ്ട്സ് ആണോ എന്ന് ചോദിക്കുമ്പോൾ എന്താ വരാ? Are they good friends? Are they good friends? Are they friends? ഇത്രേ ഉള്ളൂ. അപ്പൊ ആ ഒരു ഡൗട്ട് പോയോ? ക്ലിയർ ആയോ? യെസ് മാം. Then ഞാൻ എന്നും രാവിലെ 6 മണിക്ക് എണീക്കുന്നു. ഞാൻ എന്നും രാവിലെ 6 മണിക്ക് എണീക്കുന്നു. I wake up at 6 a.m. every morning. എല്ലാവരും പറയും. എന്താണ് ഇതൊക്കെ ഡൗട്ട്? എന്താണ് ഡൗട്ട് പറയാനായിട്ട്? ഐ വേക്ക് അപ്പ് അറ്റ് 6 a.m. ടൈപ്പ് ചെയ്യാൻ നിൽക്കണേണ്. ആ നേരം കൊണ്ട് പറഞ്ഞൂടെ? ഐ വേക്ക് അപ്പ് അറ്റ് 6 a.m. I wake up at 6 a.m. every morning. Correct ആണെങ്കിൽ പറഞ്ഞാ പോരെ? I wake up at 6 a.m. in the morning. In the morning അല്ല, every morning. എല്ലാ ദിവസവും എന്നും രാവിലെ. Yeah. Okay. പിന്നെന്താ? നിങ്ങൾ എന്താണ് ഉച്ചക്ക് കഴിക്കുന്നത്? നിങ്ങൾ എന്താണ് ഉച്ച കഴിക്കുന്നത്? നിങ്ങൾ എന്താണ് ഉച്ചക്ക് കഴിക്കുന്നത്? അവിടെ ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ട്. ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ എന്താണ് ഉച്ച കഴിക്കുന്നത്? ഉണ്ട്. അതെന്താണ്? What you eat? What are you eating at noon? അഞ്ജു. യെസ് മാം. മിസ്റ്റേക്ക് എന്താണ്? പറഞ്ഞതിൽ മിസ്റ്റേക്ക് എന്തായിരുന്നോ? ING ആണോ? ഇത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? നിങ്ങൾ പറയുന്ന മിസ്റ്റേക്ക് നിങ്ങൾ തന്നെ അത് വായിച്ചോക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. What are you eating for lunch? നിങ്ങൾ എന്താണ് കഴിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ എന്താണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ചോദിച്ചത് നിങ്ങൾ എന്താണ് ഉച്ചക്ക് കഴിക്കുന്നത്? സിമ്പിൾ പ്രസന്റ്, നോട്ട് പ്രസന്റ് കണ്ടിന്യൂസ്. What you have in the afternoon? കുറച്ച് ഒരു മിസ്സിംഗ് ഉണ്ട്. ഓക്കെ. What do you eat in the afternoon? What do you eat in the afternoon? ഉച്ചക്ക് കഴിക്കുക എന്നതിന് നമ്മൾ എന്താ പറയാ? ഉച്ചക്ക് കഴിക്കുന്നതിന് Lunch. ലഞ്ച്. അപ്പൊ ഉച്ച What do you eat for lunch? What do you have in lunch? What do you eat for lunch? വേറൊരു കാര്യം കൊണ്ട് എനിക്ക് പറയാനുണ്ട്. ഫോൺ നോക്കരുത്. ഞാൻ ഈ പറയുന്ന മലയാളം വേഗം ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എടുത്തിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് പറഞ്ഞുതരരുത്. അങ്ങനെ പറഞ്ഞ എനിക്ക് നഷ്ടമൊന്നുമില്ല, നിങ്ങൾക്കാണ് നഷ്ടം. ഒന്നും ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വെച്ച് നടക്കേണ്ടി വരും. കേട്ടല്ലോ? എല്ലാവരും കൂടിയാണ്. നോക്കുന്നില്ലേ കുഴപ്പമില്ല, നോക്കുന്നവർക്കാണ് ഞാൻ പറഞ്ഞത്. ആരൊക്കെ നോക്കി?
നോക്കില്ല, ഞാനതല്ലേ നേരത്തെ ഞാൻ പൊട്ടത്തിൽ നോക്കിയിട്ട് ചോദിച്ചത്. കാര്യമില്ല മാം. നമുക്കൊരിക്കലും പിക്കപ്പ് ആവില്ലല്ലോ. നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റില്ല. ഞാൻ നോക്കാറില്ല. പിന്നെ വീട്ടിലിരിക്കുമ്പോൾ ഞങ്ങൾ പിള്ളേർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും വേർഡ് കിട്ടിയില്ലെങ്കിൽ ഗൂഗിളിൽ തപ്പാറുണ്ട്. അത് ഓക്കെ. ക്ലാസ്സിലിരിക്കുമ്പോ ഗൂഗിൾ എടുക്കരുത് കേട്ടല്ലോ. നല്ല ഗുഡ് സ്റ്റുഡൻസ് ആണ് അല്ലെ? അതെന്താ ഞാൻ ചോദിക്കാൻ കാരണം എന്താണെന്നറിയോ? ഇപ്പൊ ഈ ചോദിച്ച ചോദ്യത്തിന് കുറച്ച് കഴിഞ്ഞപ്പോ കറക്റ്റ് ആൻസർ ആണ് വന്നത്. അപ്പൊ എനിക്ക് സംശയം വന്നു. അപ്പൊ ഞാൻ നോക്കിയിട്ടാണോ പറയുന്നത്? അതുകൊണ്ടാണ് ചോദിച്ചത്. ഏതാ മിസ് കറക്റ്റ് ആൻസർ? What do you have for lunch? വാട്ട് യു ഹാവ്. Yeah, what do you have? ഈ ഹാവിന് കഴിക്കുക എന്നൊരു മീനിങ് കൂടി ഉണ്ട്. അതെല്ലാവർക്കും അറിയാലോ. ഈറ്റ് എന്ന് പറയുന്നതല്ല നല്ലത്, ഹാവ് പറയുന്നതാണ്. ഓക്കെ. നിങ്ങൾ എന്താണ് ഉച്ചക്ക് കഴിച്ചത് എന്ന് ചോദിച്ചാണെങ്കിലോ കഴിഞ്ഞു, പാസ്റ്റ് ആണ്. നിങ്ങൾ എന്താണ് ഉച്ചക്ക് കഴിച്ചത്? അപ്പൊ ഡിഡ് ചേർക്കേണ്ടി വരുമോ? ഇതല്ല ഹാവിന്റെ പാസ്റ്റ്. ഹാഡ്. What you had for lunch? What you had for lunch? ഇങ്ങനെ വരാം. ഇപ്പൊ ഈ പഠിക്കുന്ന സംഭവങ്ങളൊക്കെ ഇല്ലേ, എവിടെയെങ്കിലും പോയി അപ്ലൈ ചെയ്യണം കേട്ടാ. മറക്കരുത്. ആരോടെങ്കിലും പോയി ഇത് ചോദിച്ചോളണം. ലഞ്ചോ ഡിന്നറോ എന്തെങ്കിലും ആവട്ടെ, പോയി ചോദിച്ചോളണം. ഓക്കെ, പിന്നെ മറക്കില്ല. കൊച്ചുങ്ങളോട് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ടൊക്കെ വരും. നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചു. അതൊന്നും കൂടെ പറയോ? നിങ്ങൾ എന്താണ് ഉച്ചക്ക് കഴിക്കുന്നത്? സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പൊ what do you have for lunch? നിങ്ങൾ എന്താണ് ഉച്ചക്ക് കഴിച്ചതെന്നാണ് ചോദിക്കണെങ്കിലോ what you had for lunch. ഓക്കെ, ഇനി എന്റെ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ പോവാണ്. what you had for lunch? what do you had for lunch? I had lunch. what do you had for lunch? ചോറ്. മീൽസ്. ചോറ്. റൈസ് എന്നൊക്കെ പറയാം, മീൽസ് പറയാം. ചോറ് നമുക്ക് മലയാളമല്ലേ അത്. ഓക്കെ, ഞാൻ മിക്കവാറും ഉച്ചക്ക് ചോറാണ് കഴിക്കുന്നത്. ട്രാൻസ്ലേറ്റ് ചെയ്യൂ. ഞാൻ സാധാരണ ചോറാണ് കഴിക്കുന്നത് ഉച്ചക്ക്. ഇംഗ്ലീഷ് എന്തോ? I always eat rice. I always eat rice for lunch. Always എപ്പോഴും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സാധാരണയാണ്. ഞാനിപ്പോൾ സാധാരണ മിക്കവാറും I usually eat rice for lunch. I usually eat rice for lunch. Most of the day I prefer meal. Yeah, കുഴപ്പമില്ല, കറക്റ്റ് ആണ്. I usually have rice for lunch. Yeah, eatന് പകരം have യൂസ് ചെയ്യാൻ ഞാൻ പറഞ്ഞു. അതാണ് better way. Okay. അപ്പോ I usually have rice for lunch. Okay. Clear? Yeah. എന്നാ ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ലഞ്ച് കഴിച്ചോ? നിങ്ങളുടെ ലഞ്ച് കഴിച്ചോ? ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുന്ന സ്റ്റുഡൻസ് ലഞ്ച് ആണോ? Did you had your lunch? Did you have your lunch? നിങ്ങൾ ലഞ്ച് കഴിച്ചോ? Did you have your lunch? ക്ലാസ്സിലപ്പോ ആരും ശ്രദ്ധിക്കാറില്ല. ഇന്നത്തെ ക്ലാസ്സിൽ ശ്രദ്ധിച്ചില്ല. ഞാൻ മിക്കപ്പോഴും ചോദിക്കാറുണ്ട് നിങ്ങളോട്, നിങ്ങൾ ലഞ്ച് കഴിച്ചോ? രേവതി. Have you had your lunch? ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിക്കുന്ന ചോദ്യം മനസ്സിലാക്കാണ്ട് ആൻസർ പറയാ യെസ് മാം കഴിച്ചു, മാം കഴിച്ചോ എന്നൊക്കെ ചോദിക്കും അല്ലെ? അപ്പൊ എന്താണ് have you had your lunch? Okay. Have you had your breakfast? Have you had your dinner? Clear ആണോ? ബോറടിച്ചോ ക്ലാസ്?
Are you feeling bored? No, ma'am. No. Have you had your lunch? Yeah. മാം ഇതല്ലാണ്ട് വേറെ രീതിയിൽ ചോദിക്കൂല? എന്താണ് ചോദിക്കാലോ? ചോദിക്കാൻ പറ്റും. നോക്കിട്ട് വരും പറ്റുമോന്ന്. നവ്യ, യെസ് മാം. നവ്യയുടെ ടൈമാണ്. പറയൂ. റേഞ്ച് ഇഷ്യൂസ് ഉള്ള അത്യാവശ്യം പറഞ്ഞു. പറയൂ, ടൈമില്ല. മാം ആദ്യം തന്നെ പറയാം, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്നും വിചാരിക്കരുത്. ഞാൻ അതൊന്നും വിചാരിക്കില്ല. പറഞ്ഞില്ലെങ്കിലാണ് ഞാൻ വിചാരിക്കാൻ. പറയൂ. ഹായ് നവ്യ. ഹായ് മാം. ശ്രദ്ധിക്കോ? കട്ട സപ്പോർട്ടാണ്. സപ്പോർട്ടാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യും. നല്ല ഫ്രണ്ട്സ് അവിടെ കിട്ടും. പറയൂ, സ്റ്റക്ക് ആവില്ലേ? അവിടെ പോരട്ടെങ്കില്. ഐ ആം ഫ്രം പയ്യന്നൂർ. ഓക്കെ മാം, this class I enjoy. I like this class because is a good teacher. കോംപ്ലിമെന്റ് ആണ് എനിക്ക് തോന്നുന്നത്. എല്ലാരും കേട്ടോട്ടോ, കോംപ്ലിമെന്റ് ആണ്. ഓക്കെ. Any doubts and more problems are solving. So friendly. So I can understanding your class. പിന്നെ I know grammar. I don't know grammar now. It's so difficult. It's so difficult to learn. അല്ലെ, പഠിക്കാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. സെന്റൻസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും നമ്മളോട്ടാണ്. പയ്യെ സംസാരിച്ചാൽ മതി. Then I am trying with you. കഴിഞ്ഞോ? That's all, ma'am. That's all. എന്ത് തോന്നി പറഞ്ഞിട്ട്? What's your feel now, right now? Can you speak in English? Yeah. 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 You feel? കുറെ ഗ്യാപ്പ് വരുന്നുണ്ട് മാം, അതുകൊണ്ട് എന്തോ പോലെ. അത് പേടിച്ചിട്ടാണ്. ആ ടെൻഷൻ വരുമ്പോ നമ്മൾ ഫുൾ ബ്ലാങ്ക് ആയി പോകും. അതാ, കൂളായിട്ട് സംസാരിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞില്ല, എന്നോട് സംസാരിക്കും, കൂളായിട്ട് സംസാരിക്കൂ. വേറെ ആരും സംസാരിക്കുന്നുണ്ടോ ഇനി? ഇല്ല എന്ന് പറയും. ഇല്ല, ആർക്കും സംസാരിക്കാൻ താല്പര്യമില്ല. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാന്നാല്. ഓക്കെ മാം. ഓ സന്തോഷം. അങ്ങനെ ഓക്കെ, പ്രസന്റ് ടെൻസിന് കണ്ടിന്യൂ ചെയ്യാലോ അടുത്ത ക്ലാസ്സിൽ. എന്ത് പറയുന്നു? യെസ് മാം, കണ്ടിന്യൂ ചെയ്യാം. കണ്ടിന്യൂ ചെയ്യും. കുറച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വരും കേട്ടോ. ഇങ്ങനെ സംസാരിക്കാനായിട്ടുള്ള ടോപ്പിക്കോ എന്തെങ്കിലും എടുത്തിട്ട് പ്രിപ്പയർ ചെയ്ത് വരും അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, ക്ലിയർ ആണോ? യെസ് മാം. താങ്ക് യു. Thank you, ma'am. Thank you.